സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15 തിരുവചനം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മറക്കാത്തൊരു ദൈവം നിങ്ങൾക്കുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച നൽകുന്ന ഭാഗമാണ്. എന്നാൽ ആ 9 അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ കടന്നു പോകുമ്പോൾ. അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് 9 അധ്യായം തുടങ്ങുന്നത്. ആ വാക്കിൽ ഒരുപാട് അർത്ഥമുണ്ട്. അവൻ എന്തിനു വേണ്ടി കടന്നുപോയി, എന്തിലൂടെ കടന്നുപോയി, അതറിയണമെങ്കിൽ 8 അധ്യായത്തിലേക്ക് പോകണം. 8 അധ്യായത്തിന്റെ 13 തിരുവചനം പറയുന്നു: ഫരിസ്യർ അവനെ, നിന്റെ സാക്ഷ്യം സത്യമല്ല, നീ കള്ള സാക്ഷ്യം പറയുന്നവന് പറഞ്ഞ് ഈശോയെ അപമാനിക്കുകയാണ്. ഇനി 8 അധ്യായത്തിന്റെ 41 തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഫരിസ്യർ പറയുന്നു: ഞങ്ങൾക്കൊരു പിതാവുണ്ട്, അത് ദൈവമാണ്. നീ ജാരസന്തതിയാണ്, നീ വ്യഭിചാരത്തിൽ ജനിച്ചവനാണ്, നീ ജാരസന്തതിയാണെന്ന് പറഞ്ഞ് ഫരിസ്യർ യേശുവിനെ അപമാനിക്കുകയാണ്. അവരറിയുന്നില്ല പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചതെന്ന്. നീ വ്യഭിചാരത്തിൽ ജനിച്ചവനാണെന്ന് പറഞ്ഞ് ഈശോയെ അവർ അപമാനിക്കുകയാണ്. 48 തിരുവചനത്തിലേക്ക് വരുമ്പോൾ, 8 അധ്യായത്തിന്റെ 48 തിരുവചനത്തിലേക്ക് വരുമ്പോൾ, നീ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് പിശാചിനെ കൊണ്ടാണ്, നിന്നിൽ പിശാചുണ്ട് എന്ന് പറഞ്ഞു ഈശോയെ അവർ അപമാനിക്കുകയാണ്. 49 തിരുവചനം ഈശോ അവരോട് പറയുന്നു: നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. അവരുടെ മുഖത്ത് നോക്കി ഈശോ പറയുന്നു. ഇനി 57 തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അബ്രഹാത്തെ കണ്ടു എന്ന് ഈശോ പറയുമ്പോൾ അവർ പറയുന്നു: നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് 33 വയസ്സേ ആയിട്ടുള്ളൂ, എന്നിട്ടും നീ അബ്രഹാത്തെ കണ്ടു എന്ന് പറയുന്നു. പക്വതയില്ലാതെ സംസാരിക്കുന്നവൻ എന്നും പറഞ്ഞ് ഈശോയെ അവർ അപമാനിക്കുകയാണ്. ഇനി 59 തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഈശോ അവരോട് പറയുന്നു: അബ്രഹാത്തിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. സാക്ഷ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞ് ഈശോയെ അപമാനിച്ചു. വ്യഭിചാരത്തിൽ ജനിച്ചവൻ എന്ന് പറഞ്ഞ് ഈശോയെ അപമാനിച്ചു. പിശാചുണ്ടെന്ന് പറഞ്ഞ് ഈശോയെ അപമാനിച്ചു. ചാരസന്തതിയാണെന്ന് പറഞ്ഞ് അപമാനിച്ചു. നിന്റെ സംസാരം ശരിയല്ലെന്ന് പറഞ്ഞ് അപമാനിച്ചു. അബ്രഹാത്തിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. അത് 8 അധ്യായത്തിന്റെ 59 തിരുവചനമാണ്. അതുകൊണ്ട് 8 അധ്യായം തീരുകയാണ്. പിന്നെ തുടങ്ങുന്നത് 9 അധ്യായമാണ്. അവൻ കടന്നു പോകുമ്പോൾ. ഇത്രയേറെ അപമാനിതനായി, ഇത്രയേറെ പരിഹാസത്തിലൂടെ അവൻ കടന്നു പോകുമ്പോഴും ജന്മനാന്തനായ മനുഷ്യനെ അവൻ മറന്നില്ല. പെറ്റമ്മ മറന്നാലും അവൻ മറക്കിയില്ല. ആന്തന്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാൻ അവന്റെ കരങ്ങൾക്ക് ശക്തിയില്ല. അവൻ രക്ഷകനാണ്, രക്ഷിക്കുക തന്നെ ചെയ്യും. മാലാഖ പറഞ്ഞു: സകല മനുഷ്യർക്കുമുള്ള രക്ഷ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ പറഞ്ഞു: സകല ജനതകൾക്കുമുള്ള രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായം 12 തിരുവചനത്തിൽ പത്രോസ് പറയുന്നു: ആകാശത്തിന് കീഴെ മനുഷ്യന്റെ രക്ഷയ്ക്കായി വേറൊരു നാമമില്ല, യേശു എന്ന നാമമല്ലാതെ. നിങ്ങളെ കരുതാൻ ഇതേപോലൊരു ദൈവം വേറെയില്ല. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിങ്ങളെ അവൻ കാത്തുകൊള്ളും. ആകാശത്തിലെ പറവകളെ തീറ്റിപ്പോറ്റുന്നവൻ അതിലുപരിയായി നിങ്ങളെ കാത്തു പരിപാലിക്കും, തള്ളിക്കളയുകയില്ല. കർത്താവിൽ വിശ്വസിക്കുക. ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ.